இது சொல்லியே ஆகணும் നീ അവളോ അളകി സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവക്ക് അവന് ഇഷ്ടമായിരുന്നു. അന്നുണ്ടായിരുന്ന ഇഷ്ടം വിട്ടിട്ടില്ല കേട്ടോ. ഒരച്ഛൻ ഇതിപ്പോ പറയാൻ പാടില്ല, എന്നാലും പറയാ. നിന്റെ പകുതി ഗ്ലാമർ ഇല്ല എന്റെ മകൾക്ക്. അവക്കിപ്പോ മൂന്നാമത്തെ ബോയ്ഫ്രണ്ടാ. മൂന്നാമത്തെ അല്ല, നാലാമത്തെ. തല്ലുള്ളി ആയി നോക്കി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നൊക്കെ കാരണവന്മാര് പറയണ ഐറ്റം. എന്നാ പിന്നെ കല്യാണം ആലോചിച്ചാലോ? സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ആ ഹൃദയത്തിൽ നമുക്കൊരു കൂടുകൂട്ടാം. അങ്ങനെയാണെങ്കിൽ അത് മാരി ആദി. അയ്യോ, എൻ്റെ അമ്മയും ഫ്രണ്ട്സ് എല്ലാം പറയാറുണ്ട് ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ഒരുപാട് കഷ്ടപ്പെടുമെന്ന്. തിരിച്ചല്ലേ ഞാനിങ്ങനെ ഒരു കല്യാണം കഴിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. മോഡേൺ കുട്ടികളൊന്നും വേണ്ട, നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല കുട്ടിയായിരിക്കണം. എനിക്ക് സീരിയസ്ലി അവളുടെ വൈബ് ഇഷ്ടായി. പുറത്താരേലും അറിഞ്ഞ മനുഷ്യനെ തല നിർത്തി നടക്കാൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ നമുക്കിത് വേണ്ട. അവിടെ നിന്ന് നമുക്ക് വേറെ ആളെ നോക്കാലോ. വഴക്കുണ്ടാക്കാനും പിണങ്ങാനും ഒക്കെ ഒരാള് കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതിനാ മോളെ. എന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? നിന്നെ എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ? അല്ലോടെ ഇഷ്ടം കൊണ്ടാണ് ഓളെല്ലാം ഇട്ടിട്ട് പേരിലൂരിലേക്ക് വന്നത്. ഞാനവളെ ഇഗ്നോർ ചെയ്താലും അവൾ ഇങ്ങോട്ടൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാട്ടാ. അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇത്ര നാളില്ലാത്ത സ്നേഹം ഇനി എവിടെ നിന്നുണ്ടാവാനാ മുത്തശ്ശി? എടി നിന്റെ തന്തപ്പടി വിളിച്ച് പറഞ്ഞ ദിവസം തൊട്ട് മാറാൻ തുടങ്ങിയവനാണ് ഞാൻ.